ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചരിത്രപരമായ ഇസ്രായേൽ സന്ദർശനത്തിന് തുടക്കം കുറിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന യാത്ര. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാവിലെ 9 മണിയോടെയാണ് പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്നും വിമാനമാർഗം ഇസ്രായേലിലേക്ക് പുറപ്പെട്ടത്. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ഒന്നായാണ് ഈ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിലെത്തുന്ന നരേന്ദ്രമോദിക്ക് ഉജ്ജ്വലമായ സ്വീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവാണ്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം തന്നെ ഇരു രാജ്യങ്ങളിലെയും ഭരണത്തലവന്മാർ തമ്മിലുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കും. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങളും ചർച്ചയിൽ പ്രധാന വിഷയങ്ങളാകുമെന്നാണ് സൂചന. ഇന്നത്തെ സന്ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനം ഇസ്രായേൽ പാർലമെന്റായ നെസറ്റിൽ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗമാണ്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 8 മണിയോടെ അദ്ദേഹം പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അപൂർവമായി മാത്രം ലഭിക്കുന്ന ഈ അവസരത്തിലൂടെ ഇന്ത്യയുടെ വിദേശ നയങ്ങളും ഇസ്രായേലുമായുള്ള സൗഹൃദത്തിന്റെ പ്രാധാന്യവും അദ്ദേഹം ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കും. ചരിത്രപരമായ പല പ്രഖ്യാപനങ്ങളും ഈ പ്രസംഗത്തിൽ ഉണ്ടായേക്കാം. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ നാളെയാണ് ഔദ്യോഗികമായ ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. പ്രതിരോധം, സുരക്ഷ, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ വിപുലമായ സഹകരണത്തിനാണ് ഇരു രാജ്യങ്ങളും പദ്ധതിയിടുന്നത്. പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പങ്കാളികളിൽ ഒന്നാണ് ഇസ്രായേൽ. അത്യാധുനിക ആയുധങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ, മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംബന്ധിച്ച നിർണായക കരാറുകളിൽ നാളെ ഒപ്പുവയ്ക്കും. സൈനിക സഹകരണത്തിന് പുറമെ കൃഷി, ജലസേചനം, ബഹിരാകാശം എന്നീ മേഖലകളിലും പുതിയ പദ്ധതികൾക്ക് തുടക്കമാകും. ഇസ്രായേലിന്റെ നൂതനമായ കാർഷിക രീതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ധാരണയുണ്ടാകും. ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും നരേന്ദ്രമോദിയുടെ സന്ദർശനം വലിയ ആവേശമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഈ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി രാഷ്ട്രീയ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് മുഖണ്ഡം പ്രശംസിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ലാപിഡ് തന്റെ സന്തോഷം പങ്കുവച്ചത്. നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ ഇസ്രായേൽ ജനത ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് അദ്ദേഹം കുറിച്ചു. ഭാരതം ഇസ്രായേലിന്റെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണെന്ന് ലാപിഡ് വിശേഷിപ്പിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം രാഷ്ട്രീയമല്ലെന്നും അത് ഹൃദയങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാര മേഖലയിലും ഈ സന്ദർശനം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്ക് ഇസ്രായേൽ വിപണിയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനും സാങ്കേതിക കൈമാറ്റത്തിനും ഈ യാത്ര വഴിയൊരുക്കും. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് വലിയ സഹായകമാകും. സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള വിവര കൈമാറ്റവും പരിശീലന പരിപാടികളും കരാറുകളുടെ ഭാഗമാകും. സന്ദർശന വേളയിൽ ഇസ്രായേലിലെ ഇന്ത്യൻ സമൂഹമായും പ്രധാനമന്ത്രി സംവദിക്കും. അവിടെ ജോലി ചെയ്യുന്നവരും സ്ഥിരതാമസമാക്കിയവരുമായ ഇന്ത്യക്കാർക്ക് ഈ കൂടിക്കാഴ്ച വലിയ ആത്മവിശ്വാസം നൽകും. ഇസ്രായേലിലെ പ്രമുഖ വ്യവസായ പ്രമുഖരുമായും ശാസ്ത്രജ്ഞരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനം ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കാതെ ഇസ്രായേലുമായി എങ്ങനെ സൗഹൃദം കൊണ്ടുപോകാമെന്നത് ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. എങ്കിലും സന്തുലിതമായ വിദേശ നയത്തിലൂടെ ഇസ്രായേലുമായുള്ള ബന്ധം തന്ത്രപരമായ തലത്തിലേക്ക് ഉയർത്താൻ മോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ യാത്ര അതിന്റെ പൂർണ്ണതയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. നാളെ വൈകുന്നേരത്തോടെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിക്കും. ഈ യാത്രയിലൂടെ ഉണ്ടാകുന്ന കരാറുകൾ വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സുരക്ഷാ സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.